നമസ്കാരം. ലേൺ വിത്ത് അമ്പിളി എന്ന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ക്ലാസ് 7 മലയാളം അടിസ്ഥാന പാഠാവലി യൂണിറ്റ് 2 സ്നേഹസുന്ദര പാതയിലൂടെ. പാഠം കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം. ഇതിൽ ഉൾപ്പെടുന്ന പഠന പ്രവർത്തനങ്ങളാണ്. ഇതിൽ 3 ചോദ്യങ്ങളാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. കണ്ടെത്താം, എഴുതാം എന്ന വിഭാഗത്തിൽ. ആദ്യത്തെ ചോദ്യം: കിണറ്റിൽ വീണ പൂച്ചയെ രക്ഷിക്കാൻ നടന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാം? ഉത്തരം: കിണറ്റിൽ വീണ പൂച്ച വെള്ളത്തോട് ചേർന്ന് കിടക്കുന്ന പടവിൽ ഒരു മാളത്തിൽ കയറി പേടിച്ച് വിറച്ച് ഇരിക്കുകയാണ്. തൊട്ടിയും കയറും ഉപയോഗിച്ച് പൂച്ചയെ തൊട്ടിയിൽ കയറ്റി രക്ഷിക്കാനാണ് ആദ്യം ശ്രമിക്കുന്നത്. അത് പരാജയപ്പെട്ടപ്പോൾ കണ്ണാടിക്കുട്ട ഉപയോഗിച്ച് പൂച്ചയെ പുറത്തെടുക്കാൻ നോക്കുന്നു. പൂച്ച കുട്ടയിലും കയറാത്ത സാഹചര്യത്തിൽ അനന്തൻ ഒരു പാന്തോൻ കുടുക്കുമായി കിണറ്റിലിറങ്ങുന്നു. കുരുക്ക് പൂച്ചയുടെ കഴുത്ത് ലക്ഷ്യമാക്കി എറിഞ്ഞെങ്കിലും പൂച്ചയും അനന്തനും വെള്ളത്തിലേക്ക് വീഴുകയാണുണ്ടായത്. ഒടുവിൽ അനന്തന്റെ ശ്രമഫലമായി കുരുക്ക് പൂച്ചയുടെ കഴുത്തിൽ വീഴുകയും കുട്ടയിൽ കയറ്റി പൂച്ചയെ പുറത്തെത്തിക്കുകയും ചെയ്തു. നമുക്കിനി രണ്ടാമത്തെ ചോദ്യം ഒന്ന് നോക്കാം. കിണറ്റിൽ വീണ പൂച്ചയെ പുറത്തെടുക്കാൻ ഉമ്മ നിർദ്ദേശിച്ച പരിഹാരമെന്ത്? കഥാകാരനെ യോഗത്തിൽ പ്രസംഗിക്കുന്നതിന് കൊണ്ടുപോകുന്നതിനായി വന്നവർ വരാന്തയിൽ ഇരിപ്പുണ്ട്. പൂച്ച കിണറ്റിൽ വീണ വിവരം അവരെ അറിയിക്കുകയും പൂച്ചയെ പുറത്തെടുക്കാൻ അവരുടെ സഹായം ആവശ്യപ്പെടുകയും ചെയ്യുക. ഇതാണ് കഥാകാരന്റെ ഉമ്മ നിർദ്ദേശിച്ച പരിഹാരം. അടുത്ത ചോദ്യം: ഇപ്പോൾ രണ്ടുപേരും നീന്തുകയാണ്. പരസ്പരം രക്ഷപ്പെടാൻ സന്ദർഭം കണ്ടെത്തി എഴുതുക. കഥാകാരന്റെ വീട്ടിലെ കിണറ്റിൽ വീണ പൂച്ചയെ കിണറ്റിൽ നിന്നും പുറത്തെടുക്കാനായി അനന്തൻ ഒരു പാന്തോൻ കുടുക്കുമായി പൂച്ച ഇരിക്കുന്നതിന്റെ എതിർവശത്തുള്ള പടവിലിറങ്ങി നിന്നു. അയാൾ കുരുക്ക് പൂച്ചയുടെ കഴുത്ത് ലക്ഷ്യമാക്കി എറിഞ്ഞെങ്കിലും പൂച്ച പേടിച്ച് വെള്ളത്തിലേക്ക് ഒറ്റ ചാട്ടം ചാടുകയാണ് ചെയ്തത്. ഈ ബഹളത്തിൽ അനന്തനും വെള്ളത്തിൽ വീണു. ഈ സന്ദർഭത്തിലാണ് പൂച്ചയും അനന്തനും രക്ഷപ്പെടാനായി വെള്ളത്തിൽ നീന്തിയത്. അടുത്ത ചോദ്യം: എൻ്റെ ഭാഷയിലേക്ക്. നമ്മുടെ ഭാഷ മലയാളം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാവരും മലയാളമാണ് സംസാരിക്കുന്നത് എങ്കിലും അവരുടെ സംസാര ഭാഷയിൽ വ്യത്യസ്തത നമുക്ക് കാണാൻ സാധിക്കും. പ്രാദേശിക ഭേദം ഭാഷയിൽ ഉണ്ട് എന്നർത്ഥം. ഇവിടെ നമ്മുടെ കഥയിൽ കഥാകാരന്റെ ഉമ്മ അവർ ജീവിക്കുന്ന ആ മലബാർ പ്രദേശത്തെ ഒരു ഭാഷ ആണ് സംസാരിക്കുന്നത്. അത് നമ്മുടെ ഭാഷയിലാക്കാൻ അല്ലെങ്കിൽ അച്ചടി ഭാഷയിലാക്കാനാണ് ആവശ്യപ്പെടുന്നത്. ഇന്നെ കൊണ്ട് ഒന്നിനും ആവൂല, പ്രസംഗിക്കാനല്ലാതെ വേറെ എന്തറിയാം എനിക്ക്. എന്റെ പെണ്ണുങ്ങളുണ്ടെങ്കില് ഒരു വഴി ഓള് കാണുമായിരുന്നു. എനിക്കാണെങ്കില് ശരിക്ക് കണ്ണും പിടിക്കൂല. ഇതാണ് ഉമ്മയുടെ സംസാരം. ഈ കാര്യം നിങ്ങളുടെ പ്രദേശത്തായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് പറയുക. കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി പ്രാദേശിക ഭാഷയിലേക്ക് മാറ്റി എഴുതുക. നിന്നെ കൊണ്ട് ഒന്നിനും ആവില്ല, പ്രസംഗിക്കാനല്ലാതെ വേറെ എന്തറിയാം നിനക്ക്. നിന്റെ പെണ്ണ് ഉണ്ടെങ്കിൽ ഒരു വഴി അവൾ കാണുമായിരുന്നു. എനിക്കാണെങ്കിൽ ശരിക്ക് കണ്ണും പിടിക്കില്ല. ഇങ്ങനെയാണ് നമ്മൾ മാറ്റിയിരിക്കുന്നത്. മറ്റൊരു ഉദാഹരണം: ഇന്നെ പ്രസംഗിക്കാൻ വിളിക്കാൻ വന്നോരില്ലേ, ഓലെ വിളിക്കി. ഇത് നമുക്കൊന്ന് മാറ്റാം.
നിന്നെ പ്രസംഗിക്കാൻ വിളിക്കാൻ വന്നവരില്ലേ, അവരെ വിളിക്ക്. ഇനി ഒരു ഉദാഹരണം കൂടി ഞാൻ നൽകുന്നുണ്ട്. ഒരു കണ്ണാടിക്കുട്ട കിട്ടിയാല് ചിലപ്പം പൂച്ച കയറുമായിരിക്കും. ഇത് വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ സാധിക്കും അല്ലെ? ഒരു കണ്ണാടിക്കുട്ട കിട്ടിയാൽ ചിലപ്പോൾ പൂച്ച കയറുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ സംസാര ഭാഷയെ നമുക്ക് നമ്മുടേതായ ഭാഷാ ശൈലിയിലേക്ക് ഒന്ന് മാറ്റാൻ ശ്രമിച്ചുകൂടെ? അടുത്ത ചോദ്യം. ഭാവാത്മകമായി വായിക്കാം. വായിക്കുക. എല്ലാവരും ഒരുപോലെയാണോ വായിക്കുക? അല്ല. ചിലർ വായിക്കുന്നത് കേട്ടാൽ നമ്മൾ അതീവ ശ്രദ്ധയോടെ അങ്ങനെ ഇരിക്കും. ചിലർ വായിക്കുന്നത് കേട്ടാൽ നമ്മൾ ഒട്ടും തന്നെ ശ്രദ്ധിക്കുകയില്ല. അപ്പോൾ വായനയിലും നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ വായിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? നിങ്ങൾ ക്ലാസ്സില് ഉറക്കെ വായിക്കാറുണ്ടോ? ദാ ശ്രദ്ധിക്കൂ. വായന എന്ന് പറയുന്നതും ഒരു കല തന്നെയാണ്. ശരിക്കുള്ള വായന ശ്രോതാക്കളെ ശ്രദ്ധാലുക്കളാക്കും. വായിക്കേണ്ട ഭാഗം വളരെ ശ്രദ്ധയോടെയും വ്യക്തതയോടെയും വായിക്കണം. ഉച്ചാരണ സ്ഫുടതയോടെയും ഭാവതലങ്ങളോടെയും വേണം വായിക്കേണ്ടത്. ഇതിനെല്ലാം ഉപരി എല്ലാവർക്കും കേൾക്കത്തക്ക വിധത്തിലുള്ള ശബ്ദത്തിലും വായിക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ വായന എല്ലാവരും ശ്രദ്ധിക്കും. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്, അയാൾ തൊട്ടിക്കിണറ്റിലിട്ട് പൂച്ചയെ തൊട്ടിക്കകത്താക്കാനുള്ള ശ്രമത്തിലാണ്. പൂച്ചയെ നീ രക്ഷപ്പെട്ടോ എന്ന മട്ടിലാണ് ഞങ്ങൾ എല്ലാവരുടെയും നിൽപ്പ്. പൂച്ചയാകട്ടെ നിങ്ങൾ എന്നെ അപായപ്പെടുത്തുകയാണോ എന്ന മട്ടിലാണ് ഞങ്ങളെ നോക്കുന്നതും ഭയന്ന് ഇടതടവില്ലാതെ കരയുന്നതും. ഈ ഭാഗമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഇത് ഭാവാത്മകമായി ഒന്ന് വായിക്കൂ. മികച്ച ഭാവാത്മക വായനയുടെ സൂചകങ്ങൾ വികസിപ്പിക്കൂ. ക്ലാസ്സിൽ ഒരു വായനാ മത്സരം സംഘടിപ്പിക്കൂ. ഞാൻ ഈ ഭാഗം ഒന്ന് വായിക്കാം. അയാൾ തൊട്ടിക്കിണറ്റിലിട്ട് പൂച്ചയെ തൊട്ടിക്കകത്താക്കാനുള്ള ശ്രമത്തിലാണ്. പൂച്ചയെ നീ രക്ഷപ്പെട്ടോ എന്ന മട്ടിലാണ് ഞങ്ങൾ എല്ലാവരുടെയും നിൽപ്പ്. പൂച്ചയാകട്ടെ നിങ്ങൾ എന്നെ അപായപ്പെടുത്തുകയാണോ എന്ന മട്ടിലാണ് ഞങ്ങളെ നോക്കുന്നതും ഭയന്ന് ഇടതടവില്ലാതെ കരയുന്നതും. ഇത് എന്റെ വായനയാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭാവതലങ്ങളിൽ വായിക്കാവുന്നതാണ്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ശൈലിയാണ്. ശൈലി. മലയാള ഭാഷയില് വിവിധ തരം ശൈലി പ്രയോഗങ്ങൾ ഉണ്ട്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാൻ തന്നിരിക്കുന്നു. പഠിച്ച പണി 18 നോക്കി. നമ്മുടെ പാഠഭാഗത്തുള്ളത് തന്നെയാണ് കേട്ടോ. അറിയാവുന്ന എല്ലാ വിദ്യകളും പ്രയോഗിച്ചു നോക്കി, വിജയം കണ്ടില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. പഠിച്ച പണി 18 നോക്കിയിട്ടും ഒന്നും നേടാൻ സാധിച്ചില്ല എന്നർത്ഥം. അല്ലെങ്കിൽ പഠിച്ച പണി 18 നോക്കി കാര്യം സാധിച്ചു എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഈ ശൈലി കളരിപ്പയറ്റ് എന്ന ആയോധന കലയിൽ നിന്നും വന്നിട്ടുള്ളതാണ്. പാഠഭാഗത്ത് നിന്നും കൂടുതൽ ശൈലികൾ കണ്ടെത്തി വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. പിടിവള്ളി. എന്താണ് പിടിവള്ളി? ഇതും ഒരു ശൈലീ പ്രയോഗമാണ്. വലിയൊരു ആപത്തിൽ അകപ്പെടുമ്പോൾ രക്ഷപ്പെടാനായി എന്തെങ്കിലും ലഭിച്ചാൽ അതുപയോഗിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനെയാണ് പിടിവള്ളി എന്ന് പറയുക. അടുത്തത് അന്തം വിട്ട് നിൽക്കുക. ഒന്നും മനസ്സിലാകാതെ അത്ഭുതപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ. ഒരു കൈ നോക്കുക, ഒരു കാര്യം ചെയ്തു നോക്കുക, അല്ലെങ്കിൽ പ്രവൃത്തിയിൽ ഏർപ്പെടുക. മറ്റൊന്ന് ആത്മരക്ഷാർത്ഥം. ഒരു അപകടം വരുമ്പോൾ സ്വന്തം ജീവനെ രക്ഷിക്കാനായി പ്രവർത്തിക്കുന്നതാണ് ആത്മരക്ഷാർത്ഥം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. സന്ദർഭം കണ്ടെത്താം. ദുർബലരോടും സഹായം ആവശ്യമുള്ളവരോടും അനുതാപപൂർണമായ ഇടപെടൽ ഉറപ്പാക്കുക എന്നത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണല്ലോ.
അനുതാപം, സഹതാപം എന്നൊക്കെയാണ് അർത്ഥം. കഥയിൽ ഈ കാഴ്ചപ്പാട് പ്രതിഫലിക്കുന്ന സന്ദർഭങ്ങൾ കണ്ടെത്തി എഴുതുക. ദുർബലരോടും സഹായം ആവശ്യം. ഇവിടെ ദുർബലർ എന്ന് ഉദ്ദേശിക്കുന്നത് പൂച്ചയെ ആണ്. വീടിനടുത്ത് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു യോഗത്തിൽ പ്രസംഗിക്കാനായി പുറപ്പെടാൻ ഒരുങ്ങുമ്പോഴാണ് കഥാകാരന്റെ വീട്ടിലെ കിണറ്റിൽ പൂച്ച വീണത്. മീറ്റിംഗ് തുടങ്ങേണ്ട സമയമായി. ഇനിയിപ്പോ പൂച്ചയെ പുറത്തെടുക്കാതെ ആളെ വിളിച്ചിറക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കഥാകാരനെ യോഗസ്ഥലത്തേക്ക് കൊണ്ടുപോകാനായി വന്ന അനന്തനും കാസിമും പറയുന്നത് പൂച്ച ഒരു ചെറു ജീവിയാണെങ്കിലും അതിന്റെ ജീവന് വില കൽപ്പിക്കുന്നത് കൊണ്ടാണ്. കഥാകാരന്റെ വീട്ടിലെ കിണറ്റിൽ വീണ പൂച്ചയെ ഏതു വിധേനയും കരക്കെത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കാസിം. വന്നു ചേർന്ന ആളുകളാകട്ടെ പൂച്ച കുട്ടയ്ക്കകത്ത് കയറുന്നത് കാത്ത് ആകാംക്ഷയോടെ നിൽക്കുന്നു. ഒരു പൂച്ചയാണെങ്കിലും അത് കുട്ടയിൽ കയറണേ എന്ന ചിന്തയാണ് ഓരോരുത്തർക്കും ഉള്ളത്. പൂച്ചയെ നീ രക്ഷപ്പെട്ടോ എന്ന് പറയുന്ന മട്ടിലാണ് എല്ലാവരും നിൽക്കുന്നത്. പൂച്ച വീണ വീട്ടുകാരേക്കാൾ കിണറ്റിൽ വീണ പൂച്ചയെ രക്ഷിക്കേണ്ടത് നാട്ടുകാരുടെ ഉത്തരവാദിത്വമായി മാറുന്ന ഒരു കാഴ്ചയാണ് നാം പിന്നീട് കാണുന്നത്. ഇവിടെയെല്ലാം ആ പൂച്ചയെ എങ്ങനെയെങ്കിലും കിണറ്റിൽ നിന്നും രക്ഷിക്കണമെന്ന ചിന്ത മാത്രമാണ് ഓരോ വ്യക്തിക്കും ഉള്ളത്. അടുത്തത് കാർട്ടൂൺ വിശകലനം ചെയ്യാം. നമുക്കൊരു കാർട്ടൂൺ തന്നിട്ടുണ്ട്. അതിന്റെ ചിത്രമാണ് ഈ കാണുന്നത്. ഇതെന്താണ് ഈ ചിത്രം? യോഗം നടക്കേണ്ട ആ മൈതാനമാണ്. ആ മൈതാനത്തിൽ ഒരു മനുഷ്യൻ പോലും ഇല്ല. അവിടെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് മൈക്ക് ഓപ്പറേറ്ററും അസിസ്റ്റന്റും ഇരിപ്പുണ്ട്. പക്ഷെ നമ്മുടെ മൈക്ക് എന്താ ചെയ്യുന്നതെന്ന് നോക്കൂ. ആ വേദിയിൽ നിന്നും പുറത്തേക്ക് ഇങ്ങോട്ട് നീങ്ങിയിട്ട് ഒരു ചോദ്യചിഹ്നവുമായിട്ട് നിൽക്കുകയാണ്. ചോദ്യചിഹ്നത്തിന്റെ അർത്ഥം എന്താണ്? ആരാണ് ഇതുവരെയും ഇവിടെ വരാതെ എന്നെ എടുക്കാതെ എന്നെ കയ്യിൽ പിടിച്ചിട്ട് വേണമല്ലോ പ്രസംഗിക്കാൻ? ഇതുവരെ ആരും എന്താണ് വരാത്തത് എന്ന ആകാംക്ഷയിൽ നിൽക്കുന്ന മൈക്കിന്റെ ആ മുഖം രസകരമാണ് അല്ലേ? ഇതാണ് നമുക്ക് നൽകിയിരിക്കുന്ന കാർട്ടൂൺ. അത് വിശകലനം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കാർട്ടൂൺ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം അല്ലേ? കഥയുടെ അവസാന ഭാഗമാണ് കാർട്ടൂണിൽ കാണുന്നത്. കഥാകാരൻ പ്രസംഗിക്കേണ്ട യോഗ സ്ഥലമാണിത്. പ്രസംഗം കേൾക്കാനായി അനേകം ആളുകൾ ഉണ്ടാകേണ്ട സ്ഥലം ഇതാ വിജനമായി കാണുന്നു. സ്റ്റേജിനടുത്ത് മൈക്ക് ഓപ്പറേറ്ററും അസിസ്റ്റന്റും മാത്രം. പ്രസംഗിക്കുന്ന ആൾ മൈക്ക് ഉപയോഗിച്ചാണല്ലോ പ്രസംഗിക്കുന്നത്. പ്രാസംഗികനെ കാണാതെ മൈക്ക് അക്ഷമയോടെ പ്രാസംഗികൻ വരാത്തതെന്ത് എന്ന ചോദ്യചിഹ്നത്തോടെ നിൽക്കുന്നത് കാർട്ടൂണിൽ കാണാം. കൂടാതെ മൈക്ക് സ്റ്റേജിൽ നിന്നും പുറത്തേക്ക് വന്ന് ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന ചിത്രം രസാവഹം തന്നെയാണ്. പൂച്ച കിണറ്റിൽ വീണ പ്രശ്നത്താൽ അതിന്റെ പിന്നാലെ എല്ലാവരും പോയി. യോഗത്തിന്റെയും പ്രസംഗത്തിന്റെയും കാര്യം എല്ലാവരും മറന്നു. ഇതാണ് ഈ കാർട്ടൂൺ കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കാം. എന്താണ് ദൃക്സാക്ഷി വിവരണം? ഏതെങ്കിലും ഒരു സംഭവം കണ്ടിട്ട് അവിടെ നിന്നുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള വിവരണം നൽകുന്നതാണ് ദൃക്സാക്ഷി വിവരണം. ഇവിടെ നമുക്കൊന്ന് തയ്യാറാക്കാം അല്ലേ? കിണറ്റിൽ വീണ പൂച്ചയെ രക്ഷിക്കുന്ന ഭാഗം ദൃക്സാക്ഷി വിവരണമായി അവതരിപ്പിക്കുക. ഞാൻ എന്റേതായ രീതിയിൽ ഒരു ദൃക്സാക്ഷി വിവരണം നിങ്ങൾക്ക് നൽകുകയാണ്. ഞാൻ ഇപ്പോൾ അക്ബർ മാഷിന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിലെ കിണറ്റിൽ ഒരു പൂച്ച വീണിരിക്കുന്നു. അദ്ദേഹം വീടിനടുത്തുള്ള യോഗസ്ഥലത്തേക്ക് പുറപ്പെടാൻ ഒരുങ്ങുമ്പോഴാണ് ഈ അത്യാഹിതം ഉണ്ടായത്. പൂച്ച എങ്ങനെ കിണറ്റിൽ വീണു എന്നത് ഒരു ചോദ്യം തന്നെയാണ്. പൂച്ച ഇപ്പോൾ വെള്ളത്തിൽ നിന്നും അടുത്ത പടവിലുള്ള ഒരു മാളത്തിൽ അഭയം തേടിയിട്ടുണ്ട്. അത് ആകെ ഭയന്നിട്ടാണ് ഇരിക്കുന്നത്. പൂച്ച കിണറ്റിൽ വീണത് അറിഞ്ഞ് നാട്ടുകാർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്.
എല്ലാവരും കിണറിനകത്തേക്ക് ആകാംക്ഷയോടെ നോക്കുന്നുണ്ട്. കഥാകാരനെ യോഗസ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വന്ന കാസിമും അനന്തനും കയറും തൊട്ടിയും ഉപയോഗിച്ച് പൂച്ചയെ തൊട്ടിയിൽ കയറ്റാൻ പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ പൂച്ച തൊട്ടിയിൽ കയറുന്നതായി കാണുന്നില്ല. ഇതാ ഖാദർ എന്നു പേരുള്ള ഒരാൾ ഒരു കണ്ണാടിക്കുട്ടയുമായി വന്നിട്ടുണ്ട്. കണ്ണാടിക്കുട്ടയിലും പൂച്ച കയറാത്ത അതീവ ദുഃഖകരമായ ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. അതാ അനന്തൻ ഒരു പാന്തോൻ കുടുക്കുമായി കിണറ്റിലേക്ക് ഇറങ്ങുന്നു. അയാൾ കുരുക്ക് പൂച്ചയുടെ കഴുത്തിലേക്ക് ലക്ഷ്യം നോക്കി എറിയുന്നു. ഇപ്പോൾ പൂച്ച ഭയന്ന് വെള്ളത്തിലേക്ക് വീഴുന്ന കാഴ്ചയാണ് കാണുന്നത്. പൂച്ച മാത്രമല്ല, അനന്തനും വെള്ളത്തിൽ വീണിരിക്കുന്നു. ഇരു കൂട്ടരും രക്ഷപ്പെടാനായി നീന്തുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ അവസരത്തിൽ അനന്തൻ വീണ്ടും കുരുക്ക് പൂച്ചയുടെ കഴുത്തിലേക്ക് എറിയുന്നു. ഭാഗ്യം, ഇത്തവണ കുരുക്ക് പൂച്ചയുടെ കഴുത്തിൽ വീണു. കുട്ടയിലാക്കിയ പൂച്ചയെ കാസിം മുകളിലേക്ക് പൊക്കിക്കൊണ്ടുവരുന്ന മനോഹരമായ കാഴ്ചയാണ് കാണുന്നത്. പൂച്ചയെ ശരിക്ക് കാണാൻ പറ്റിയില്ല. കരക്കെത്തിയ പൂച്ച ഒറ്റച്ചാട്ടം ആൾക്കൂട്ടത്തിനിടയിലൂടെ എവിടെയോ ഓടി മറഞ്ഞു. എന്തായാലും പൂച്ചയെ കരക്കെത്തിക്കുക എന്ന ദൗത്യം ഇവിടെ വിജയകരമായി പര്യവസാനിച്ചു. അപ്പൊ ഈ ദൃക്സാക്ഷി വിവരണം നിങ്ങൾ കണ്ടിട്ടില്ലേ? ഫുട്ബോൾ കളി മത്സരം, അതുപോലെ മറ്റ് വള്ളംകളി മത്സരം, ഇതൊക്കെ നടക്കുമ്പോൾ തത്സമയം അവിടെ നടക്കുന്ന കാര്യങ്ങൾ വിളിച്ച് മൈക്കിലൂടെ അനൗൺസ് ചെയ്യുന്ന സമ്പ്രദായം. അതേ രീതിയിൽ ഞാനിപ്പോൾ ഇത് അവതരിപ്പിച്ചപ്പോൾ ആ രീതിയിലേക്കൊന്നും എത്തിയിട്ടില്ല. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കാൻ, ഒരു ദൃക്സാക്ഷി വിവരണം നന്നായി ഒന്ന് പറഞ്ഞു നോക്കാൻ ശ്രമിച്ചു നോക്കൂ. അടുത്തത് സംവാദം നടത്താം എന്നതാണ്. എന്താണ് സംവാദം? അതായത് ഏതെങ്കിലും ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് രണ്ട് ചേരികളായിട്ട്, രണ്ട് വശത്തായിട്ട് നിന്നുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുക. അപ്പൊ സംവാദം നടത്തണമെങ്കിൽ നിങ്ങൾ ക്ലാസ്സിലെ കുട്ടികൾ രണ്ട് ഗ്രൂപ്പുകളാകണം. വിഷയം ഇതാണ്: എല്ലാവരുടെ കിണറ്റിലും പൂച്ച വീണിട്ടുണ്ട്. വിളിക്കാൻ ആള് വന്നിട്ട് ഓരോരുത്തരും അവരവരുടെ വീട്ടിലേക്ക് പോയിരിക്കുക. ഇവിടെ കഥാകാരൻ കിണറ്റിൽ വീണ പൂച്ചയെ ഒരു പ്രതീകമായാണോ അവതരിപ്പിച്ചിരിക്കുന്നത്? ഇത്തരം പ്രശ്നങ്ങൾ ഒറ്റയ്ക്കാണോ കൂട്ടായിട്ടാണോ പരിഹരിക്കേണ്ടത്? സ്വന്തം വാദമുഖങ്ങൾ യുക്തിപൂർവം സമർത്ഥിച്ച് സംവാദം നടത്തുക. ഇതാണ് വിഷയം. നമുക്കൊന്ന് സംവാദം നടത്താം. എന്താണ് സംവാദം എന്ന് ആദ്യം നമുക്കൊന്ന് നോക്കാം. സംവാദം എന്നാൽ രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അനുകൂലവും പ്രതികൂലവുമായ അഭിപ്രായങ്ങൾ പറയുക എന്നതാണ്. കഥാകാരൻ കിണറ്റിൽ വീണ പൂച്ചയെ പ്രതീകമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് ഒറ്റയ്ക്കാണോ കൂട്ടായിട്ടാണോ പരിഹരിക്കേണ്ടത് എന്നതാണ് ഇവിടെ സംവാദ വിഷയം. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒറ്റയ്ക്ക് പരിഹരിക്കാൻ പലപ്പോഴും സാധിക്കില്ല. പല കാര്യങ്ങളിലും പരസഹായം കൂടിയേ തീരൂ. നമ്മുടെ കഥാകാരൻ അറിവുള്ളയാളും നല്ല പ്രാസംഗികനുമാണ്. എങ്ങനെ പ്രവർത്തിക്കണമെന്ന അറിവുമുണ്ട്. എന്നാൽ അത് പ്രവർത്തിച്ച് കാണിക്കാൻ അറിയില്ല. കൂടുതൽ പേരും ഇത്തരത്തിലുള്ളവരാണ്. എന്നാൽ പ്രശ്നങ്ങൾ ഒറ്റയ്ക്ക് പരിഹരിക്കുന്നവരുമുണ്ട്. പ്രതിബന്ധങ്ങൾ നോക്കാതെ എന്തും വരട്ടെ എന്ന മട്ടിൽ അവർ പ്രവർത്തിക്കും. കഥയിലെ അനന്തൻ അത്തരത്തിലുള്ള ആളാണ്. അതുകൊണ്ടാണ് അയാൾ കിണറ്റിലിറങ്ങി കുരുക്കിട്ട് പൂച്ചയെ പുറത്തെത്തിച്ചത്. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ധാരാളം ആളുകൾ അതിലിടപെടും. അവർ അഭിപ്രായം പറയുക മാത്രമാണ് ചെയ്യുക. കൈ നനയാതെ മീൻ പിടിക്കുക എന്നൊരു ചൊല്ലുണ്ടല്ലോ, അതാണ് അവർ ചെയ്യുന്നത്. ഇനി നമുക്കൊരു നാടകം കളിച്ചാലോ? നാടകം നിങ്ങൾ കണ്ടിട്ടില്ലേ? ഉത്സവ സ്ഥലങ്ങളിലും ഒക്കെ ഇപ്പോൾ നാടകം ധാരാളമായിട്ട് പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. കണ്ടിരിക്കാൻ നല്ല ഒരു ദൃശ്യകല തന്നെയാണ് നാടകം. നമുക്ക് നമ്മുടെ കഥാഭാഗം വെച്ച് ഒരു നാടകം നോക്കാം. കഥ വായിച്ചല്ലോ. കഥയിലെ നാടകീകരണ സാധ്യതയുള്ള സന്ദർഭങ്ങൾ കണ്ടെത്തി നാടകമായി അവതരിപ്പിക്കുക. ഞാനിവിടെ കഥയുടെ ആദ്യ ഭാഗമാണ് നിങ്ങൾക്ക് നൽകുന്നത്. മാതൃക നോക്കാം. കഥാകാരൻ ആത്മഗതം എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നത്. യോഗം തുടങ്ങാനുള്ള സമയമായി. അനന്തനും കാസിമും എത്തിയിട്ടുണ്ട്. വേഗം കുളിച്ച് റെഡിയാകാം.
ഉമ്മ വാതിൽക്കൽ എത്തിയിട്ട്, മോനെ, നമ്മുടെ കിണറ്റിൽ ഒരു പൂച്ച വീണിരിക്കുന്നു. കഥാകാരൻ: ഉമ്മ, ഞാൻ കുളിക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടിരുന്നു. അത് പൂച്ച വീണ ശബ്ദമാണല്ലേ? ഉമ്മ. ഉമ്മയും കഥാകാരനും കിണറ്റിലേക്ക് നോക്കുന്നു, നിസ്സഹായനായി നിൽക്കുന്ന മകനെ നോക്കിയിട്ട്. ഇന്നെ കൊണ്ട് ഒന്നിനും ആവൂല. പ്രസംഗിക്കാനല്ലാതെ വേറെ എന്തറിയാം എനിക്ക്? എന്റെ പെണ്ണുങ്ങളുണ്ടെങ്കില് ഒരു വഴി ഓള് കാണുമായിരുന്നു. കഥാകാരൻ: ഉമ്മ, ഇനി എന്താണൊരു പരിഹാരം? ഉമ്മ ആലോചിച്ചിട്ട്, ഇന്നെ പ്രസംഗിക്കാൻ വിളിക്കാൻ വന്നോരില്ലേ, ഓലെ വിളിക്ക്. കഥാകാരൻ: ഉമ്മയുടെ ബുദ്ധി ശരി തന്നെ എന്ന് ചിന്തിച്ചിട്ട്, ശരിയാണ്, അവരോട് പറയാം. കാസിം കുളിച്ചൊരുങ്ങി വന്ന കഥാകാരനെ കണ്ടിട്ട്, എന്നാൽ നമുക്ക് യോഗസ്ഥലത്തേക്ക് പുറപ്പെടാം. കഥാകാരൻ: ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ കാസിം, ഇവിടുത്തെ കിണറ്റിൽ പൂച്ച വീണിരിക്കുന്നു. അനന്തൻ ഞെട്ടിയിട്ട്, പൂച്ചയോ? എപ്പോൾ വീണു? എല്ലാവരും കിണറ്റിൻകരയിലേക്ക് നടന്നു. ഇത്രയുമാണ് ഞാൻ നൽകിയിരിക്കുന്നത്. ഒരു നാടകം എങ്ങനെ എഴുതാം എന്നതിന്റെ ഒരു മാതൃക മാത്രമാണ് ഞാൻ നൽകിയിട്ടുള്ളത്. അടുത്തത് നമുക്കൊരു കഥ എഴുതാം. കഥ എഴുതാൻ അറിയാമോ നിങ്ങൾക്ക്? ഇവിടെ കഥ എന്താണെന്ന് അറിയാമോ? ഞാൻ നോക്കാം. പൂച്ചയാകട്ടെ, നിങ്ങൾ എന്നെ അപായപ്പെടുത്തുകയാണോ എന്ന മട്ടിലാണ് ഞങ്ങളെ നോക്കുന്നതും ഭയന്ന് ഇടതടവില്ലാതെ കരയുന്നതും. പൂച്ച പിടഞ്ഞ് വെള്ളത്തിൽ വീണു. അത് വേവലാതിയോടെ ഒന്ന് നീന്തി വീണ്ടും മാടിപ്പറ്റി. മാടി എന്ന് വെച്ചാൽ മാളം. പൂച്ചയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഈ കഥ മാറ്റി എഴുതുക. നമ്മള് പൂച്ചയുടെ കഥയാണ് കേട്ടോ എഴുതാൻ പോകുന്നത്. പൂച്ചയാണ് കഥ. എലിയെ പിടിക്കാനായി ഓടിയതാണ്. കിണറിന്റെ ഒരു ഭാഗം പൊളിഞ്ഞിരിക്കുന്നത് കണ്ടില്ല. എലിയെ കിട്ടിയില്ല, കിണറ്റിൽ വീഴുകയും ചെയ്തു. വെള്ളത്തിലേക്ക് വീണതും ജീവൻ പോയി എന്നാണ് വിചാരിച്ചത്. ഭാഗ്യത്തിന് പടവിലുള്ള മാളത്തിൽ കയറാൻ പറ്റി. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഉറക്ക കരയാം. ആരെങ്കിലും ശബ്ദം കേട്ടു വന്ന് രക്ഷിക്കുമായിരിക്കും. മുകളിൽ ഒരാൾക്കൂട്ടമുണ്ടല്ലോ. അവരെല്ലാം എത്ര ഉച്ചത്തിലാണ് സംസാരിക്കുന്നത്. ഒരു പൂച്ചയെ ആദ്യമായി കാണുന്നത് പോലെ വരുന്നവരെല്ലാം എന്നെ നോക്കുന്നല്ലോ. സമയം കളയാതെ ഇവർക്ക് എന്നെ രക്ഷിച്ചുകൂടെ? ഒരാളിതാ ഒരു തൊട്ടിയും കയറും താഴത്തേക്ക് ഇടുന്നുണ്ട്. ഞാൻ എങ്ങനെ അതിൽ കയറും? കയറാൻ നോക്കിയാൽ ഞാൻ വെള്ളത്തിൽ വീഴും. വേണ്ട, കയറണ്ട. അയ്യോ, എന്തോ ഒന്ന് താഴത്തേക്ക് വരുന്നല്ലോ, ഒരു കുട്ട പോലെ. എനിക്ക് പേടിയാകുന്നു. വേണ്ട, കയറണ്ട. ആരെങ്കിലും ഒരാൾക്ക് കിണറിലിറങ്ങി എന്നെ രക്ഷിച്ചുകൂടെ? മണ്ടന്മാർ. ഒരാൾ ഇറങ്ങി വരുന്നുണ്ട്. അയ്യോ, അയാൾ എന്നെ രക്ഷിക്കാനല്ല വരുന്നത്, കൊല്ലാനായിട്ടാണ്. അയാളുടെ കയ്യിൽ ഒരു വലിയ കുരുക്കുണ്ട്. കുരുക്ക് അയാൾ എന്റെ കഴുത്തിന് നേർക്ക് എറിയുകയാണല്ലോ. വെള്ളത്തിലേക്ക് ചാടുന്നതാണ് നല്ലത്. ഇയാൾ എന്നെ വിടുന്ന മട്ടില്ലല്ലോ. അയാളും വെള്ളത്തിലേക്ക് ചാടുകയാണല്ലോ. ദൈവമേ, നീന്തി നീന്തി ഞാൻ ക്ഷീണിച്ചല്ലോ. അയ്യോ, എന്റെ കഴുത്തിൽ കുരുക്കു വീണല്ലോ. കുട്ടയിലിരുന്ന് ഞാൻ മുകളിലേക്ക് ഉയരുകയാണല്ലോ. ഓ, ഞാൻ കരക്കെത്തി. ഇവിടെ ഉത്സവത്തിന്റെ ആളുണ്ടല്ലോ. ഇവരുടെ ഇടയിലൂടെ ജീവനും കൊണ്ട് ഓടാം. ഇത്രയുമാണ് പൂച്ചയുടെ ഭാഗത്ത് നിന്നുകൊണ്ടുള്ള കഥ. ഇനി നമുക്ക് ഒരു ഉപന്യാസം തയ്യാറാക്കാം. യൂണിറ്റിലെ പാഠഭാഗങ്ങൾ വിലയിരുത്തി സമകാലിക സാമൂഹിക പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കുക. ഉപന്യാസത്തിന്റെ വിഷയം എന്താണ്? സമകാലിക സാമൂഹിക പ്രശ്നങ്ങൾ. യൂണിറ്റ് 3 സ്നേഹസുന്ദര പാതയിലൂടെ എന്നതിലുള്ള ഫാത്തിമ തുരുത്ത്, കാട് ആരത്, കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം എന്ന 3 പാഠങ്ങളും സാമൂഹികമായ ചില പ്രശ്നങ്ങളെ തുറന്നു കാണിക്കുന്നു. കുരീപ്പുഴ ശ്രീകുമാറിന്റെ ഫാത്തിമ തുരുത്തിലേക്ക് എന്ന കവിത തുരുത്തിന്റെ സൗന്ദര്യത്തെ
വർണ്ണിക്കുന്നതോടൊപ്പം മനുഷ്യരുൾപ്പെടുന്ന തുരുത്തിലെ ജീവിവർഗങ്ങൾ അനുഭവിക്കുന്ന ദുഃഖം നിറഞ്ഞ അവസ്ഥയും കാണിച്ചു തരുന്നു. ഒറ്റപ്പെട്ടു കിടക്കുന്ന തുരുത്തിലെ മനുഷ്യരെ മുഖ്യധാരയിലേക്ക് എത്തിക്കേണ്ടത് അത്യാവശ്യമാണെന്നും കവിത വ്യക്തമാക്കുന്നു. എങ്കിലും ആശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും തുരുത്തായി ഫാത്തിമ തുരുത്ത് മാറുന്നതായി കാണാം. കാട് മനുഷ്യൻ വെട്ടിത്തെളിക്കുന്ന ഇക്കാലത്ത് ഗോത്രകവിയായ പ്രകാശ് ചെന്തലത്തിന്റെ കാട് ആരത് എന്ന കവിതയ്ക്ക് ഏറെ പ്രസക്തിയുണ്ട്. കാടിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യർക്ക് ജീവിക്കാൻ കാടില്ലാതായിരിക്കുന്നു. കാടിനോടിണങ്ങി ജീവിക്കുന്നവർക്ക് കാട് അവരുടെ അമ്മയാണ്, വീടാണ്. മനുഷ്യൻ കാട് അവന്റെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി കയ്യേറുമ്പോൾ കാടിന്റെ മക്കൾക്ക് ജീവിക്കാൻ ഇടമില്ലാതാകുന്നു. പരിസ്ഥിതിയെ മനുഷ്യൻ ചൂഷണം ചെയ്യുന്ന ഇക്കാലത്ത് കാട് ആരുടേത് എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയാണുള്ളത്. അക്ബർ കക്കട്ടിലിന്റെ കഥ നർമ്മത്തിലൂന്നിയതാണെങ്കിലും സാമൂഹികമായ പ്രസക്തി ഉള്ളതാണ്. പൂച്ച കിണറ്റിൽ വീണു എന്ന കാര്യത്തിലൂടെ മനുഷ്യരുടെ സ്വഭാവ വൈരുദ്ധ്യങ്ങൾ തുറന്നു കാണിക്കുന്നു. എന്തെങ്കിലും കേട്ടാൽ ഓടിക്കൂടുന്ന ആളുകൾ, കാര്യം പരിഹരിക്കാൻ ശ്രമിക്കാതെ അഭിപ്രായങ്ങൾ പറയുന്നവർ, പ്രവർത്തിച്ചു കാണിക്കുന്നവർ കുറവ് തുടങ്ങിയ മനുഷ്യ സ്വഭാവങ്ങൾ കഥാകൃത്ത് അവതരിപ്പിക്കുന്നു. ഏതൊരു പ്രശ്നമായാലും അത് നാടിന്റെ പ്രശ്നമായി മാറുക പതിവാണ്. ഇവിടെ പൂച്ച കിണറ്റിൽ വീണ പ്രശ്നവും നാട്ടുകാർ ഏറ്റെടുത്ത സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗത്തു നിന്നും പഠിക്കാനായിട്ട് ഉള്ളത്. ഞാൻ വളരെ രസകരമായ കഥയാണല്ലോ കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം എന്നുള്ളത്. പാഠത്തിന്റെ ആശയ വിശദീകരണവും പഠന പ്രവർത്തനങ്ങളും ഞാൻ നിങ്ങൾക്കിതാ പറഞ്ഞു തന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഞാൻ ഒന്നുകൂടി പറയട്ടെ, എല്ലാവരും എൻ്റെ ക്ലാസ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ക്ലാസ്സിനെ സംബന്ധിച്ച കമന്റുകളും ഇടണം.